മനുഷ്യരായി തീരുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു രൂപം, നിയാൻഡ്രത്രൽ. എനിക്കത് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല, അറിയില്ല, കൃത്യമായിട്ടുള്ള അതിൻ്റെ ഉച്ചാരണം അറിയില്ല. നിയാൻഡ്രത്താൽ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണത്രേ ആദ്യമായിട്ടുള്ള ആരാധനാ സങ്കേതം വിഭാവന ചെയ്ത് സ്ഥാപിച്ചത്. തുർക്കിക്കടുത്ത് ഒരു വൃത്താകൃതിയിലാണ് ആ ക്ഷേത്രം, ആരാധനാ കേന്ദ്രം ഉള്ളത്. അപ്പം പ്രാചീന മനുഷ്യർ തുടങ്ങി ഉള്ളവർ ആചരിച്ചു വരുന്നതാണ് ഈ ആരാധനാ സമ്പ്രദായം. ഇത് കണ്ടെത്തിയത് മനീഷികളായ മഹർഷീശ്വരന്മാരാണ്. അവരെന്താ കണ്ടെത്തിയത്? ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തിക ഊർജത്തെ, അങ്ങനെ ഒരു ഊർജമുണ്ട് എന്ന് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഭൂമി ഒരു വലിയ കാന്തമാണെന്നും ആ കാന്തമായ ഭൂമിക്ക് ഒരു കാന്തിക മേഖലയുണ്ടെന്നും ആ കാന്തിക മേഖല, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സ്, ആ മേഖല ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്നുണ്ട് എന്നുള്ളതും നമുക്കെല്ലാവർക്കും, ആധുനിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഊർജത്തെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സിന്, എനർജിയെ, ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന ഊർജത്തെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ അത് മാനവരാശിക്ക് സമാധാനത്തിന് കാരണമാകും. മനസമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന മനുഷ്യർക്കൊരാശ്വാസ കേന്ദ്രമായി തീരും. ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തികോർജത്തെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ എന്ന് അവർ ഉൾക്കണ്ണുകൊണ്ടു കണ്ടറിഞ്ഞു. അയ്യേ, ഒരു രസമില്ല. ആധുനികന്മാർക്ക് അപ്പം മുഖം ചുളിയും, യുക്തി കൊണ്ട് വാദിക്കുന്ന യുക്തിവാദികൾക്ക് മുഖം ചുളിയും. സൂപ്പർസ്റ്റീഷ്യസ്, നോൺസെൻസിക്കൽ, റബ്ബിഷ്, സ്റ്റുപ്പിഡിറ്റി പറയാൻ വരട്ടെ. ഉൾക്കണ്ണുകൊണ്ട് കാണുന്നത് മോശമായ കാര്യമേ അല്ല. ലോകത്ത് ആധുനിക ശാസ്ത്രത്തിൽ, അതാണല്ലോ ഇന്നത്തെ കാലത്ത് സത്യത്തെ കണ്ടെത്തുവാനുള്ള ഏക വഴി എന്ന് പലരും കരുതുന്നതും അഭിപ്രായപ്പെടുന്നതും. സത്യത്തെ കണ്ടെത്താനുള്ള പല വഴികളിൽ ഒന്നു മാത്രമാണ് ആധുനിക ശാസ്ത്രം. അതിരിക്കട്ടെ, ആധുനിക ശാസ്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രസക്തിയുണ്ട്, അത് നിസ്സാരമായതല്ല. പക്ഷെ അതുമാത്രമല്ല സത്യത്തിലേക്കുള്ള വാതായനം. അങ്ങനെ ആധുനിക ശാസ്ത്രം മാത്രമേ സത്യത്തിലേക്കുള്ള വാതായനമായിട്ടുള്ളൂ. സത്യത്തിലേക്കുള്ള ഏകവാതിൽ ആധുനിക ശാസ്ത്രമാണ് എന്ന് പറയുന്നത് സെമിറ്റിക് കാഴ്ചപ്പാടാണ്. ഞങ്ങളുടെ ദൈവത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് പരമമായതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന വാദം എത്ര കണ്ടു ബാലിശമാണോ. സെമിറ്റിക് മതങ്ങൾ പോലും ആ വാദഗതികൾ ഉപേക്ഷിച്ചു തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നത് ഓർക്കുക. എത്ര കണ്ട് ബാലിശമാണോ അത്ര കണ്ട് ബാലിശമാണ് ശാസ്ത്രം മാത്രമേ ഉള്ളൂ സത്യത്തിലേക്കുള്ള ഏക വഴി എന്ന ധാരണ. അത് സെമിറ്റിക് ആണ്, ഫെനറ്റിക് ആണ്. പക്ഷെ അതും സത്യത്തിലേക്കുള്ള വഴി തന്നെയാണ്, പല വഴികളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ കാവലാളുകൾ എന്ന് വിചാരിക്കുന്ന യുക്തിവാദികൾക്ക് ഈ പദാവലി ഇത് കേട്ട് കഴിഞ്ഞാൽ, ഉൾവിളി, ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പൂച്ച, സ്റ്റുപ്പിഡിറ്റി, നോൺസെൻസിക്കൽ, സൂപ്പർസ്റ്റിഷ്യസ് വരട്ടെ. ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറിയ പങ്കും, എല്ലാം എന്ന് തന്നെയാണ് പറയേണ്ടത്, എല്ലാം എന്ന് ഉറപ്പിച്ചു പറയുവാനുള്ള അറിവ് എനിക്കില്ലാത്തത് കൊണ്ട് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ഏറിയ പങ്കും, ഞാൻ അറിഞ്ഞത് മുഴുവനും. പക്ഷെ ഞാൻ അറിഞ്ഞത് ശാസ്ത്രത്തിൻ്റെ അറിവുകളെ മുഴുവനായിട്ടല്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എനിക്കറിയാൻ സാധിക്കുകയുള്ളൂ. ആ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഏറിയ പങ്കും ഉൾക്കാഴ്ചകളിൽ നിന്നുരുത്തിരിഞ്ഞു വന്ന അറിവുകൾ മാത്രമാണ്. ലോക കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച സർ ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഇതേപോലെ ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസിൻ്റെ പ്രേരണ കൊണ്ടുണ്ടായതാണ്, ഉൾക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. മെഡിസിൻ ലോകത്തിന് വിപ്ലവകരമായ മാറ്റം സംഭവിച്ചത്, ഫാർമസ്യൂട്ടിക്കൽ ലോകത്തിന് വിപ്ലവകരമായ മാറ്റം സംഭവിച്ചത് കെക്യുലെ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ബെൻസീൻ എന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ആ സ്ട്രക്ചർ അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു ഉച്ചമയക്കത്തിൽ കണ്ട സ്വപ്നത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അദ്ദേഹം ബുദ്ധി കൊണ്ട് പല രീതിയിൽ ശ്രമിച്ചു നോക്കി ഈ
കോമ്പൗണ്ടിന് ഒരു ചിത്രം കൊടുക്കാൻ, അതിനൊരു സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാൻ അദ്ദേഹം പല വിധത്തിൽ പണിപ്പെട്ടു. 6 കാർബൺ ഉണ്ട് അതിൽ, 6 ഹൈഡ്രജനും ഉണ്ട് അതിൽ. C6H6 ആണ് ബെൻസീൻ. അത് വരച്ചാൽ പോരാ, ആ വരയ്ക്കുന്ന സ്ട്രക്ചർ അതിൻ്റെ സ്വഭാവങ്ങളെ ഏറിയ പങ്കും വിശദീകരിക്കാൻ പ്രാപ്തമായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും വരച്ചാൽ പോരാ. ആ സ്ട്രക്ചറൽ ഫോം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രാപ്തമായിരിക്കണം. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഉച്ചമയക്കത്തിനിടയിൽ വാല് വിഴുങ്ങുന്ന പാമ്പിനെ അദ്ദേഹം സ്വപ്നം കണ്ടു. ഞെട്ടി ഉണർന്ന അദ്ദേഹം ബെൻസീൻ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരച്ചു. ആ സ്ട്രക്ചറാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗുകൾ മുഴുവൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച ബെൻസീൻ റിംഗ് സ്വപ്നത്തിൽ നിന്നുരുത്തിരിഞ്ഞു വന്നതാണ്. ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസിൻ്റെ സംഭാവനയാൽ സമ്പുഷ്ടമായതാണ് ആധുനിക ശാസ്ത്രം. അതുകൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുകയോ കണ്ണടയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അവിചാരിതമായിട്ടു മാത്രം കടന്നു കയറാൻ സാധിക്കുന്ന ഒരു തലമാണ് ഈ ഉൾക്കാഴ്ചയുടെ തലം. ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസ് അവർക്ക് ആക്സിഡൻ്റലായിട്ടാണ് ഉണരുക. അവിചാരിതമായിട്ട് കടന്നു ചെല്ലാൻ സാധിക്കുന്ന തലമാണത്. മഹർഷി ഈശ്വരന്മാർക്കാകട്ടെ ബോധപൂർവം കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു തലം ആണ് പ്രചോദിതമായ ബുദ്ധിയുടെ തലം, പ്രചോദിതമായ ബോധത്തിൻ്റെ തലം, ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസിൻ്റെ തലം. യഥേഷ്ടം ആ തലത്തിലേക്ക് കയറി ഇറങ്ങി മാനവരാശിക്ക് ഗുണപ്രദമായ കണ്ടെത്തലുകളെ കണ്ടുപിടിച്ച അവരാണോ, അതോ യാദൃശ്ചികമായിട്ടു മാത്രം ആ തലത്തിലേക്ക് കയറി ഇറങ്ങുവാൻ കഴിയുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാരാണോ കേമന്മാർ എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുപടി അതെൻ്റെ മറുപടിയാണ്. നിങ്ങളുടെ മറുപടി ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുവാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ശക്തമായി പറയുവാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളതും കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ മഹാമനീഷികളായിട്ടുള്ള മഹർഷീശ്വരന്മാർ തന്നെയാണ് കേമന്മാർ. മറ്റുള്ളവർ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മഹർഷീശ്വരന്മാർ അവരെക്കാൾ ഒട്ടും മോശക്കാരല്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അവർ കൗപീനധാരികളായിരുന്നിരിക്കാം, അവർ പ്രാകൃത ഭാഷകളിൽ സംസാരിച്ചിരുന്നവരായിരുന്നിരിക്കാം, പക്ഷേ അവർ ഉൾക്കാഴ്ച കൊണ്ട് ധന്യരായിരുന്നു. മാനവരാശി എക്കാലത്തും അന്വേഷിച്ച് നടക്കുന്ന മനസമാധാനത്തെ കണ്ടെത്തുവാനുള്ള വഴികൾ പറഞ്ഞു തന്നവരായിരുന്നു. ആധുനിക ഉൾക്കാഴ്ചയുടെ തലങ്ങളിലേക്ക് യാദൃശ്ചികമായിട്ട് ഊളിയിട്ടിറങ്ങിയ ആധുനികന്മാരുടെ കണ്ടുപിടുത്തങ്ങളിൽ പലതും മാനവരാശിക്ക് മനസമാധാനം തരാനുള്ളവയല്ല എന്നും കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ആധുനിക ലോക സംഭാവന, ആധുനിക ശാസ്ത്ര സംഭാവനകളാണ് ഈ മോഡേൺ തോക്കുകൾ മുഴുവനും. ആധുനിക ശാസ്ത്ര സംഭാവനകളാണ് ന്യൂക്ലിയർ വെപ്പൺസ് മുഴുവനും. ആധുനിക ശാസ്ത്ര സംഭാവനയാണ് ബയോളജിക്കൽ വെപ്പൺസും. ഇവയൊന്നും മനുഷ്യൻ്റെ സമാധാനത്തിനുള്ളതല്ല. ഹിരോഷിമ നാഗസാക്കിയിലിട്ട ബോംബിൻ്റെ പരിണതഫലം ഇന്നും അവിടെയുള്ളവർ അനുഭവിക്കുന്നു. അത് സമാധാനത്തോടു കൂടിയല്ല അവർ അനുഭവിക്കുന്നത്. അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത അതിനാരുത്തരം പറയും? അതുകൊണ്ട് ആധുനിക ശാസ്ത്രം എത്ര കേമമാണെന്ന് പറഞ്ഞാലും മാനവരാശിയുടെ മനസമാധാനത്തെ ലാക്കാക്കി കണ്ടെത്തലുകൾ കണ്ടെത്തി പറഞ്ഞു തന്ന മഹാമനീഷികളായ മഹർഷീശ്വരന്മാർ തന്നെയാണ് ശ്രേഷ്ഠതരം ആയിട്ടുള്ളവർ എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടാൽ അതിന് നിങ്ങൾക്ക് തോന്നുന്ന കള്ളിയിലേക്ക് എന്നെ തള്ളിവിട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങൾക്ക് എന്നെ ഏത് കള്ളിയിലേക്ക് വേണമെങ്കിലും തള്ളിയിടാം, പോകാൻ ഞാൻ തയ്യാറാണെങ്കിൽ മാത്രം.
അതുകൊണ്ട് ഈ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടുകൾ മോശമാണ് എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടുകളെ നേരിട്ടറിയുവാൻ തക്കവണ്ണം ഭാഗ്യമോ ബുദ്ധിയോ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആ മഹാമനീഷികൾ അവരുടെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു. ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തികോർജത്തെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ അത് വരാൻ പോകുന്ന മാനവരാശിക്ക് ഗുണപ്രദമായിരിക്കും എന്ന്. അപ്പോഴാണ് നമ്മുടെ യുക്തിവാദി അടുത്ത് ചോദിക്കുന്നത്, ശരി സർ, സമ്മതിച്ചു, തത്കാലത്തേക്ക് നിങ്ങൾ പറഞ്ഞ വാദം ഞങ്ങൾ അംഗീകരിച്ചു. ഭൂമിക്ക് മുകളിൽ എല്ലായിടത്തും ഈ കാന്തിക ഊർജം ഒഴുകുന്നുണ്ടല്ലോ? ഉണ്ട്. ഒഴുകാത്തിടമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പൊളിച്ച് മറ്റൊരു സ്ഥലത്തിലേക്ക് ആക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ബഹളം വയ്ക്കുന്നത്? ഭൂമിക്ക് മുകളിലൂടെ എല്ലായിടത്തും കാന്തിക ഊർജമുണ്ട് എങ്കിൽ നിങ്ങളുടെ മഹർഷീശ്വരന്മാർ ഉൾക്കണ്ണുകൊണ്ടു കണ്ടറിഞ്ഞു സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി പണിതുകൂടെ? എന്തിനാ അത്? വികസനം വരാൻ. എന്നിട്ട് അങ്ങനെ പലതും ചെയ്തുല്ലോ. എന്ത് വികസനം ഇവിടെ ഉണ്ടായത്? കഴിഞ്ഞ 10, 25, 30 കൊല്ലമായിട്ട് നിരന്തരം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. വിരലിലെണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ ഒഴികെ വേറെ ദിവസങ്ങളിലൊന്നും ഇതുവരെ ഈ കേരളത്തിൻ്റെ വികസിത റോഡുകളിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. എൻ്റെ ചോദ്യം നിങ്ങളോട്, എനിക്ക് പ്രായമാകുന്നു, എത്ര കാലം ഞാൻ ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കാലത്തിൽ സുഖമായി ഈ വികസനം ഒന്നനുഭവിക്കാൻ എനിക്ക് സാധിക്കുമോ? അതോ വരാൻ പോകുന്ന ഏതോ ഒരു തലമുറയ്ക്ക്, അതേതാണെന്ന് ആർക്കും അറിയില്ല, അനുഭവിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പേരാണോ വികസനം? ആ വികസനത്തിന് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം മാറ്റണം എന്ന് പറയുന്നത്? ആ വികസനം കൊണ്ടുണ്ടാകുന്ന ദുരന്താനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും കൂടിയാണ് ഞാനും നിങ്ങളും ഇത് സംസാരിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലും പറയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് എന്ന് ധരിക്കരുത്. ഇത് എക്കാലത്തും ഈ വികസനത്തിൻ്റെ പരിണത ഫലമായിട്ട് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത. കേൾക്കുമ്പോൾ അത്ര രസമൊന്നും തോന്നുകയില്ല. നിങ്ങളെ രസിപ്പിക്കാമെന്ന് ഞാൻ വാക്കൊന്നും തന്നിട്ടുമില്ല. അതുകൊണ്ട് വികസനത്തിൻ്റെ പേരിൽ ഇതൊക്കെ പൊളിച്ചു മാറ്റാൻ പറയുമ്പം നിങ്ങളെന്തിനാ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നത്? അത് എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചാൽ പോരെ? അത് ശരിയാ. ഭൂമിക്ക് മുകളിൽ എല്ലായിടത്തിലൂടെയും കാന്തിക ഊർജ്ജം ഒഴുകി പോകുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെന്തിനാ ഈ അമ്പലങ്ങൾ ഇവിടുന്ന് മാറ്റി അങ്ങോട്ട് വയ്ക്കുമ്പം ബഹളം ഉണ്ടാക്കുന്നത്? ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലായി എന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് മാറ്റി വെച്ചാൽ പോരെ? നിങ്ങളുടെ മഹർഷീശ്വരന്മാർ അതിൻ്റെ നോഹാവും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അതൊക്കെ ഉണ്ട്. ക്ഷേത്രങ്ങൾ എങ്ങനെ പണിയണം, എങ്ങനെ പരിപാലിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് മാറ്റി വെച്ചാൽ പോരെ? അത് ശരിയാണല്ലോ. ഒന്ന് ആലോചിക്കാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഒരു ഉത്തരം ആയിട്ടൊരു ചോദ്യം വരുന്നത്, വീട് വെച്ചിട്ടുണ്ടോ? വീട് വെക്കാനല്ലേ നമ്മൾ ഈ പാട് മുഴുവൻ പെടുന്നത്. വീട് വെക്കാത്തവരങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആ വീട്ടിന് ഒരു കിണർ കുഴിച്ചിട്ടുണ്ടോ? പിന്നെ ഭൂമിക്കടിയിലൂടെ എല്ലായിടത്തും വെള്ളം ഒഴുകുന്നുണ്ട്, വാട്ടർ ടേബിൾ ഉണ്ട് എന്നുള്ളത് ജിയോഗ്രഫി ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളും പഠിച്ചിട്ടുള്ളതല്ലേ? ഭൂമിയുടെ ഘടന പഠിച്ച സമയത്ത് ഭൂമിക്കടിയിലൂടെ എല്ലായിടത്തും വെള്ളം ഒഴുകുന്നുണ്ട്, ഭൂഗർഭജലം ഒഴുകുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളും പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിണർ കുഴിക്കുമ്പം എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചാൽ പോരെ? വെള്ളം കിട്ടുകയല്ലേ? കിട്ടും. പിന്നെന്താ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കുഴിക്കാത്ത? എവിടെയെങ്കിലുമൊക്കെ വെള്ളം കിട്ടാൻ കിണർ കുഴിക്കാത്ത? എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും. പക്ഷെ കിട്ടുന്ന വെള്ളമെല്ലാം ഉപയോഗപ്രദമായി കൊള്ളണം എന്നില്ല.
ചില സ്ഥലത്ത് കുഴിച്ചാൽ കിട്ടുന്ന വെള്ളം മാത്രമേ മനുഷ്യൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കിണർ കുഴിക്കുന്നത്. അതുകൊണ്ട് കിണർ മനുഷ്യൻ ഉപയോഗപ്രദമായ രീതിയിൽ ജലം വരുന്ന സ്ഥലത്ത് മാത്രം കുഴിച്ചിട്ടേ കാര്യമുള്ളൂ. ബോർവെല്ല് കുഴിച്ചിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഭൂമിക്കടിയിലൂടെ എല്ലായിടത്തും ജലം ഉണ്ട് എങ്കിലും അത് എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചു കിട്ടുന്ന ജലം മനുഷ്യന് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് ചില സ്ഥലത്ത് വെള്ളം കിട്ടാൻ വേണ്ടി കുഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെയാണിത്. ഭൂമിക്ക് മുകളിലൂടെ കാന്തികോർജം ഒഴുകുന്നുണ്ടെങ്കിലും അത് എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ അതിനെ പ്രയോജനപ്രദമാക്കി മാറ്റാൻ സാധിക്കില്ല. അതിന് ചില സ്ഥലത്ത് കുഴിച്ചാൽ മാത്രം സ്ഥലത്ത് തളം കെട്ടി നിർത്തിയാൽ മാത്രമേ അതിനെ മനുഷ്യരാശിക്ക് ഗുണപ്രദമായ രീതിയിലാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ഥലം നോക്കാൻ ആര് വരണം? സ്ഥലത്തെക്കുറിച്ചറിയാവുന്ന, വസ്തുവിനെക്കുറിച്ചറിയാവുന്ന വാസ്തുവിദ്യക്കാരനെ ക്ഷണിക്കണം. ഭാരതത്തിൽ ഗംഭീരന്മാരായിട്ടുള്ള വാസ്തുവിദ്യക്കാരുണ്ടായിരുന്നു. കെട്ടിടങ്ങൾ പണിയുവാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉരുത്തിരിഞ്ഞു വരുന്നതിന് മുമ്പ് ഗംഭീരങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ പണിയാൻ കഴിയും എന്ന് ഉച്ചൈസ്തരം ഘോഷിച്ച മഹാത്മാക്കൾ ഉണ്ടായിരുന്ന നാടാണ് ഭാരതം. അവർ പണിത കെട്ടിടങ്ങളുടെ 100-1 കാര്യപ്രാപ്തിയുള്ള കെട്ടിടങ്ങൾ പണിയാൻ ഇന്ന് പലർക്കും സാധിക്കുന്നില്ല. അത് മറ്റൊരു വസ്തുത. വസ്തുവിനെ കുറിച്ചറിയാവുന്ന വാസ്തുവിദ്യക്കാരനെ ക്ഷണിക്കും, ജ്യോത്സ്യനെ അല്ല ക്ഷണിക്കേണ്ടത്. ക്ഷേത്രസ്ഥാപനത്തിനോ അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനോ ജ്യോത്സ്യനെ സമീപിക്കാൻ ഒരു തന്ത്രഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മുഹൂർത്തം നോക്കാൻ വേണമെങ്കിൽ അവരെ സമീപിക്കാം. അതും ആചാര്യൻ അറിയാമെങ്കിൽ വേറെ ആരെയും സമീപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് വിധി വൈപരീത്യമെന്നേ പറയേണ്ടതായിട്ടുള്ളൂ. ക്ഷേത്രത്തിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ജ്യോത്സ്യന്മാരാണ്. ക്ഷേത്രം താന്ത്രിക സങ്കേതങ്ങളല്ല, ഇന്ന് ജ്യോതിഷ സങ്കേതങ്ങളാണ്. അതുകൊണ്ടും കൂടിയാണ് ക്ഷേത്രത്തിന് പഴയ പ്രതാപമോ പ്രൗഢിയോ അനുഭവസമ്പത്തോ ഇല്ലാതെ പോകുന്നത്. അവിടെ തന്ത്രശാസ്ത്രത്തിൻ്റെ കേളീരംഗമല്ല, ആധ്യാത്മിക തന്ത്രശാസ്ത്രത്തിൻ്റെ കേളീരംഗമല്ല, അത് ജ്യോതിഷത്തിൻ്റെ കേളീരംഗമാണ്. ജ്യോത്സ്യനാണ് തീരുമാനിക്കുക ഏത് ദേവതയാണ് വേണ്ടത്, ഏത് ദേവതയാണ് വേണ്ടാത്തത്, ദേവത എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര പ്രാവശ്യം കഴിക്കണം, എങ്ങനെയൊക്കെ കഴിക്കണം, ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. തന്ത്രശാസ്ത്രം നിശ്ചയിച്ചുറപ്പിക്കേണ്ട കാര്യങ്ങൾ തന്ത്രശാസ്ത്ര പരിജ്ഞാനമില്ലാത്ത ജ്യോത്സ്യന്മാർ നിശ്ചയിച്ചുറപ്പിച്ചാൽ അവിടെ ശക്തിയില്ല എന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് തന്ത്രശാസ്ത്ര കോവിദന്മാരെ പഴി പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് വാസ്തുവിദ്യക്കാരനെ വിളിക്കണം. വസ്തുവിനെ കുറിച്ചറിയാവുന്ന വാസ്തുവിദ്യക്കാരൻ വന്ന് ഭൂമി പരിശോധിക്കും. ആ പരിശോധിക്കുന്നതിനൊക്കെ ശാസ്ത്രമുണ്ട്. അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രാനുസരണം ഭൂപരിശോധന നടത്തിയതിന് ശേഷം അദ്ദേഹം ആ ഭൂമി നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിച്ച് പറയും. നല്ലതാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യനാകാൻ നമ്മൾ അവരോധിക്കാൻ പോകുന്നയാള്, ആ അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു ഭൂപരിഗ്രഹ ക്രിയ നടത്തും, ഒരു ചെറിയ ക്രിയ നടത്തും. ആരായിരിക്കണം? ആചാര്യൻ. ഭൂപരീക്ഷ നടത്തിക്കഴിഞ്ഞ് ഭൂമി നല്ലതാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭൂപരിഗ്രഹം എന്ന ക്രിയ നടത്താൻ ആചാര്യനെ സ്വീകരിക്കണം, ആചാര്യവരണം നടത്തണം. ആരായിരിക്കണം ആചാര്യൻ? കാണാൻ സുന്ദരിയായ സ്ത്രീകളെ പൊതുവെ ക്ഷേത്രം തന്ത്രിമാരായിട്ട് അവരോധിക്കുന്ന ഒരു പതിവ് കണ്ടിട്ടില്ല. സ്ത്രീകൾക്കത് പാടില്ല എന്നൊന്നും നിയമമൊന്നുമില്ല. തന്ത്രശാസ്ത്രം വർണ്ണാധിപത്യത്തിൻ്റെയോ ലിംഗാധിപത്യത്തിൻ്റെയോ ശാസ്ത്രമല്ല. തന്ത്രശാസ്ത്രം ശരിക്കും മനുഷ്യാധിപത്യത്തിൻ്റെ ശാസ്ത്രമാണ്. മനുഷ്യർക്കാണ് ഇതൊക്കെ അധികാരമുള്ളത്. കാലാന്തരത്തിൽ പക്ഷെ അങ്ങനെയൊക്കെ ആയി തീർന്നു. അതൊക്കെ മാറ്റം വരുത്തേണ്ടതാണ്. പക്ഷെ അതൊക്കെ ഞാനിവിടെ ഇരുന്ന് മാറ്റം വരുത്തേണ്ടതാണെന്ന് ഘോരം പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാറ്റം വരുത്തണമെന്ന് തോന്നുന്നവർക്ക് പോലും
മാറ്റം വരുത്തുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് ആ മാതിരി കാര്യങ്ങളെയൊക്കെ വെറുതെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. മനുഷ്യർക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. പക്ഷേ ഇവിടെ പുരുഷന്മാരാണ് പൊതുവെ ആചാര്യന്മാരായിട്ട് വരിക. അപ്പം ആരെയാണ് ആചാര്യനായിട്ട് സ്വീകരിക്കുക? കാണാൻ നല്ല സുന്ദരനായ, അങ്ങനെയാണല്ലോ ഇപ്പം നല്ല തേജസ് എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമായിരിക്കും. നല്ല ഭസ്മക്കുറിയൊക്കെ ധരിച്ചാൽ കാണാൻ ചന്തമുള്ള ആളെയാണ് തേജസ്വിയായ ആള് എന്ന് നമ്മൾ പറയുന്നത്. കറുത്ത ആൾക്കാരുടെ മുഖത്തും തേജസ് ഉണ്ടാകും എന്നറിയാൻ ഭഗവാൻ നിത്യാനന്ദ സ്വാമികളുടെ ആനന്ദ സാഗരത്തിൽ ആറാടി നിൽക്കുന്ന ആ ചിത്രമൊന്ന് നോക്കിയാൽ മതിയാകുന്നതാണ്. നമ്മൾ സങ്കല്പിക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾക്കെല്ലാം അതീതമാണ് ആനന്ദാനുഭൂതിയും തേജസ്സും എന്ന് തിരിച്ചറിയാൻ ഭഗവാൻ നിത്യാനന്ദ സ്വാമിയുടെ ആ ഫോട്ടോ ഒന്ന് കണ്ടാൽ മതി. പക്ഷെ പൊതുവേ നമ്മുടെ തേജസ് സങ്കല്പം വെളുത്ത നിറമാണ്. നല്ല ശരീരം, കാണാൻ ഭംഗിയുണ്ടാവണം. അങ്ങനെയുള്ള ഒരാളെയാണോ ആചാര്യനായിട്ട്, നാട്ടിലെ സുന്ദരനായ ഒരാളെയാണോ ആചാര്യനായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സൗന്ദര്യ സങ്കല്പം ആ ക്ഷേത്രം പണിയാൻ ഉദ്ദേശിക്കുന്നവരുടെ കൽപ്പനയനുസരിച്ച്. അങ്ങനെയാണോ? അല്ല. പിന്നെയോ തന്ത്രസമുച്ചയം 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണത്. അതിൽ ആചാര്യലക്ഷണം പറയുന്നു. വിപ്ര കുലീന കൃത സംസ്ക്രിയൗഘ സ്വധീത വേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാര പരോധിദീക്ഷ ദക്ഷസ്തപസ്വീ ഗുരുരാസ്തികോസ്തു. ഗുരു എന്നുള്ള പദം കൊണ്ടാണ് ആചാര്യനാണല്ലോ. തന്ത്രി എന്നുള്ള പദം സമുച്ചയത്തിൽ എവിടെയും ഉപയോഗിക്കുന്നില്ല. ആചാര്യൻ, ഗുരു, മന്ത്രി, മന്ത്രത്തെക്കുറിച്ച് അറിയാവുന്നയാൾ, സുധീ, നല്ല ബുദ്ധിയുള്ളയാൾ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ലക്ഷണമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. വിപ്രകുലീന കൃത സംസ്ക്രിയൗഘ സുധീത വേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാര പരോധിദീക്ഷ ദക്ഷസ്തപസ്വീ ഗുരുരാസ്തികോസ്തു. വിപ്രനായിരിക്കണം. ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഈ ശ്ലോകത്തെ വിശകലനം ചെയ്താൽ തന്ത്രശാസ്ത്രത്തെ പതുക്കെ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ വേലിക്കെട്ടിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രപരമായിട്ടുള്ളൊരു പൂർണ്ണ വിശകലനമല്ല ഇവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് സൂചനകൾ മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വിപ്രൻ എന്നുള്ളത് എടുത്തു പറഞ്ഞത് എന്തിനാ? വിപ്രൻ ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലാണ് പലവരും പ്രയോഗിക്കുന്നത്. പക്ഷെ വിപ്രശബ്ദത്തിന് പാരമേശ്വരി അമരകോശത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് വിശേഷേണ തപസ്സിനെ പൂർത്തീകരിക്കുവാൻ ശക്തിയുള്ളവർ എന്നാണ്. തപസ്സിനെ വിശേഷേണ പൂർത്തീകരിക്കുവാൻ ശക്തിയുള്ളവർ, ലക്ഷ്യം ലാക്കാക്കി നീങ്ങുന്നവരുടെ പ്രയത്നത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ളവർ ആരോ അവരാണ് വിപ്രര്. തപപൂർത്തീകരണത്തിന് ശക്തിയുള്ളവർ വിപ്ര. കുലീനരായിരിക്കണം. കുലീനന്മാരല്ലാത്ത വിപ്രന്മാരുണ്ടാവും. ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വേണം ഈശാന ഗുരുദേവ പദ്ധതി വായിച്ചാൽ മനസ്സിലാക്കേണ്ടത്. ഈശാന ഗുരുദേവ പദ്ധതിയിൽ ജാത്യുദ്ധാര ദീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു ദീക്ഷയെപ്പറ്റി പറയുന്നുണ്ട്. ജാത്യുദ്ധാര ദീക്ഷ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാക്കി മാറ്റുക. അങ്ങനെ ബ്രാഹ്മണനാക്കി മാറ്റിയാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അധികാരമാണ് ഉള്ളത്, എന്തൊക്കെ ചെയ്യാനുള്ള അധികാരമാണ് ഇല്ലാത്തത് എന്ന് ഈശാന ഗുരുദേവ പദ്ധതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ജാത്യുദ്ധാര ദീക്ഷപ്രകാരം വിപ്രരായി തീർന്നവർക്ക് വേദാധികാരം ഇല്ല. അതെടുത്തു പറയുന്നുണ്ട് അതിൽ. അപ്പം ഇത് പതുക്കെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിൽക്കിയ ഒരു ഗ്രന്ഥത്തെ പല രീതിയിൽ നമുക്ക് വിശകലനം ചെയ്യാം. ഈ ഏത് രീതിയിൽ ഇതിനെ വിശകലനം ചെയ്താലും കിട്ടുന്ന അറിവുകൾ നമ്മളെ സമ്പുഷ്ടരാക്കും. ആ സമ്പുഷ്ടി വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഫോർവേഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. വിപ്ര കുലീന. അപ്പം കുലത്തിൽ ഉഭയകുല പരിശുദ്ധി എന്നാണ് വിമർശനീയകാരൻ അതിനെ പറയുന്നത്. അച്ഛനും അമ്മയും ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരായിരിക്കണം. വിപ്ര കുലീന. വിപ്രൻ എന്നുള്ള വാക്കിന് പരമേശ്വരിയിൽ പറഞ്ഞ അർത്ഥം നമ്മൾ കേട്ടു. ഇപ്പം കുലീനൻ എന്നുള്ള വാക്കിന് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം അർത്ഥം? കുലീനൻ എന്ന് പറഞ്ഞാൽ സ്വഭാവ ശുദ്ധിയുള്ളത്, ഒരു സ്റ്റാൻഡേർഡ് ഉള്ളയാൾ, കുലീനത്വമുള്ളയാളെന്നൊക്കെ നമ്മൾ പറയില്ല. അത് കാണാൻ കൊള്ളാവുന്നയാളെന്നല്ല അതിനർത്ഥം. അത് അയാളുടെ സ്വഭാവത്തിലൂടെയാണ് വെളിപ്പെടുക. സ്വഭാവത്തിൽ
ഒരു കുലീനത്വം ഉണ്ടാവണം. തറവാട്ടിൽ പിറന്നതുപോലത്തെ സ്വഭാവം ഉണ്ടാകണം. തറവാടിത്തം ഉണ്ടാകണം പെരുമാറ്റത്തിൽ. അതിന് തറവാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. തറവാട്ടിൽ ജനിക്കാത്തവർക്കും പ്രമുഖ തറവാടുകളിൽ ജനിക്കാത്തവർക്കും തറവാടിത്തം ഉണ്ടാകും. ഇപ്പൊ വിപ്ര കുലീന കൃത സംസ്ക്രിയൗഘ, സംസ്കരിക്കപ്പെട്ടവരായിരിക്കണം. അവരെ സാധാരണ മനുഷ്യ തലത്തിൽ നിന്ന് സംസ്കരിച്ച് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കണം. വൈദിക ഭാഷയിൽ പറഞ്ഞാൽ ഷോഡശ സംസ്കാരങ്ങൾ ചെയ്തവരായിരിക്കണം. അപ്പോൾ വിപ്രൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെയും തൻ്റെയും തപസ്സിനെ പൂർത്തീകരിക്കാൻ ശക്തിയുള്ള ആൾ. കുലീനൻ എന്ന് പറഞ്ഞാൽ സ്വഭാവശുദ്ധിയും സ്വഭാവ മാഹാത്മ്യവുമുള്ളയാൾ. കൃത സംസ്ക്രിയൗഘ എന്ന് പറഞ്ഞാൽ സംസ്കൃത ചിത്തരായിട്ടുള്ളവർ. അതിലൊരു വരി ഞാൻ വിട്ടുപോയി. സ്വധീത, രണ്ടാമത്തെ വരി സ്വധീത വേദാഗമ തത്വവേത്ത. രണ്ടാമത്തെ വരി ഞാൻ 3 വരികളെ ചൊല്ലിയുള്ളൂ. 4 വരികളാണ്. വിപ്ര കുലീന കൃത സംസ്ക്രിയൗഘ സുധീത വേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാരപരോധി ദീക്ഷ ദക്ഷസ്തപസ്വീ ഗുരുരാസ്തികോസ്തു. അതിൽ രണ്ടാമത്തെ വരി സ്വധീത വേദാഗമ തത്വവേത്ത. താൻ ഏത് വേദപ്രകാരമാണോ, അറിവിൻ്റെ പല ശാഖകളിൽ താൻ ഏത് ശാഖപ്രകാരമാണോ അറിവിനെ സമീപിക്കുന്നത് അതിൻ്റെ ഗ്രന്ഥങ്ങളെ പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. അതിൻ്റെ തത്വങ്ങളെ ഗ്രഹിച്ചിട്ടുള്ള ആളായിരിക്കണം. ഈ തന്ത്രസമുച്ചയത്തിൻ്റെ കാലഘട്ടമാകുമ്പോഴത്തേക്കും വേദവും തന്ത്രവും തമ്മിൽ കൂടിക്കലരും. അങ്ങനെ ഈ ഗ്രന്ഥങ്ങളെല്ലാം വൈദിക തന്ത്രത്തിൻ്റെ പരിധിയിലാണ് വരിക. അതുകൊണ്ടാണ് സ്വധീത വേദാഗമം. ആഗമം എന്ന് പറഞ്ഞാൽ തന്ത്രം എന്നാണ് അവിടെ അർത്ഥം. വേദം എന്ന് പറഞ്ഞാൽ ചതുർവേദങ്ങൾ, ഋക്ക് യജുസ് സാമം അഥർവം വേദങ്ങൾ. അതിൽ താൻ അറിയുവാൻ ഏത് ശാഖയിലൂടെയാണോ അറിവ് ആഗ്രഹിക്കുന്നത്, ശാസ്ത്രത്തിൻ്റെ അറിവ് ആഗ്രഹിക്കുന്നത്, മുഴുവൻ ശാസ്ത്രവും പഠിച്ചിട്ട് ഒരാൾക്കും അറിയുവാൻ സാധിക്കും. മുഴുവൻ ശാസ്ത്ര ശാഖകളും ഒരാൾക്ക് പഠിക്കാൻ സാധിക്കില്ല, ആധുനിക ശാസ്ത്രശാഖകൾ. അപ്പം അറിവിനെ അവർ സമീപിക്കുക ഒന്ന് ബയോളജിയിലൂടെ, അല്ലെങ്കിൽ ഫിസിക്സിലൂടെ, അല്ലെങ്കിൽ കെമിസ്ട്രിയിലൂടെ. അവിടെയും ഉൾപ്പിരിവുകൾ ഉണ്ടാകും. അപ്പോൾ അറിവിന് പല പിരിവുകളും ഉൾപ്പിരിവുകളും ഉണ്ടാകും. അതിലേതെങ്കിലുമൊക്കെ പിരിവുകളിലൂടെയും ഉൾപ്പിരിവുകളിലൂടെയുമാണ് നമ്മൾ അറിവ് സ്വായത്തമാക്കുക. അപ്പോൾ അറിവ് സ്വായത്തമാക്കുവാൻ ഏത് ശാഖ ഉപശാഖയാണോ നാം തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഗ്രന്ഥങ്ങളെ ആവർത്തിച്ച് വായിച്ച് പഠിക്കുകയും അതിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളായിരിക്കണം. സ്വധീത തത്വാഗമ സ്വധീത വേദാഗമ തത്വവേത്ത. വർണ്ണാശ്രമാചാരപരോ, വർണ്ണാശ്രമങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണാശ്രമങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ആചാരങ്ങളെ കുറിച്ചും അറിയുന്ന ആളായിരിക്കണം. വർണ്ണാശ്രമങ്ങൾ എന്താണെന്ന് നമ്മൾ വളരെ വിശദമായിട്ട് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അത് എടുത്തു പറയുന്നില്ല. വർണ്ണാശ്രമാചാരപരോ, ഓരോ വർണ്ണത്തിനും ഓരോ ആചാരങ്ങൾ, ഓരോ ആശ്രമത്തിനും ഓരോ ആചാരങ്ങൾ. താൻ ഏത് വർണ്ണത്തിലാണോ ഏത് ആശ്രമത്തിലാണോ നിലകൊള്ളുന്നത് അതനുസരിച്ചിട്ടുള്ള ആചാരങ്ങളെ അറിയുന്ന ആളായിരിക്കണം. തൻ്റെ മാത്രമല്ല, തൻ്റെ അടുത്ത് വരുന്നവരെ നയിക്കുവാൻ പ്രാപ്തിയുള്ള ആളുമായിരിക്കണം. വിപ്രനായിരിക്കണം. മറ്റുള്ളവരുടെ തപസ്സിനെയും വിശേഷേണ പൂർത്തീകരിക്കുവാൻ ശക്തനായിരിക്കണം. അപ്പം വർണ്ണാശ്രമാചാരപരോ അധിദീക്ഷ, തന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന ദീക്ഷയുള്ളയാളും കൂടിയായിരിക്കണം. തന്ത്രശാസ്ത്രപ്രകാരം ദീക്ഷിതരായിരിക്കണം. തന്ത്രശാസ്ത്രത്തിൽ ഓരോ ശാസ്ത്രത്തിലും വ്യത്യസ്ത ദീക്ഷാ സമ്പ്രദായങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ച് ദീക്ഷിതരായിരിക്കണം. ദക്ഷസ്തപസ്വീ ഗുരുരാസ്തികോസ്തു. ദക്ഷൻ കഴിവുള്ള ആളായിരിക്കണം. എന്താ കഴിവ്? പൂജയ്ക്കിരിക്കുന്ന സമയത്ത്, പ്രതിഷ്ഠയ്ക്കിരിക്കുന്ന സമയത്ത് വേണ്ടതായിട്ടുള്ളതെല്ലാം എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വേണ്ടതായിട്ടുള്ളത് കിട്ടാതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം, കഴിവുള്ള ആളായിരിക്കണം. അതുമാത്രമല്ല, കഴിവുള്ള ആളെന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണനായിരിക്കണം, നൈപുണ്യമുണ്ടാകണം. ആ നിപുണതയും ദക്ഷത്വമാണ്. സ്കിൽഡായിരിക്കണം. ദക്ഷസ്തപസ്വി, വിവിധ തരത്തിലുള്ള സാധനാ സമ്പ്രദായങ്ങൾ അനുഷ്ഠിച്ച ആളായിരിക്കണം. സാധന എന്ന് പറഞ്ഞാൽ എന്താ?
ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന വഴിയാണ് സാധന. ക്ഷേത്രങ്ങളൊരു സാധനാ കേന്ദ്രമാണ്. അതായത് ലക്ഷ്യപൂർത്തീകരണത്തിന് നമ്മൾ നടത്തുന്ന പ്രയത്നത്തിൻ്റെ വഴിയാണ് ക്ഷേത്രം. ആ ലക്ഷ്യപൂർത്തീകരണം എന്തുമാവാം, ലക്ഷ്യം എന്തുമാകാം. അതിനെ പൂർത്തീകരിക്കുവാൻ സാധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രയത്നത്തിൻ്റെ പാതയാണ് സാധന. അപ്പോൾ സാധകൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ലക്ഷ്യപൂർത്തീകരണത്തിന് ഒരുമ്പെട്ടിരിക്കുന്ന ആള് എന്നാണ് അർത്ഥം. അപ്പം തപസ്വി, തപസ് അനവധി രീതിയിലുള്ള തപസ്സുകൾ ചെയ്ത ആളായിരിക്കണം. വിവിധ തരത്തിലുള്ള തപസ്സുകൾ ചെയ്ത ആളായിരിക്കണം. എന്താ കാര്യം? വിവിധ തരത്തിലുള്ള ആൾക്കാരാണ് ക്ഷേത്രത്തിൽ വരുന്നത്. അവർക്കൊക്കെ മാർഗനിർദ്ദേശം കൊടുക്കുവാൻ തക്ക പ്രാപ്തിയുള്ള ആളായിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വഴികളിലൂടെ താൻ സഞ്ചരിച്ച് അനുഭവ സമ്പത്തുണ്ടാക്കിയിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സർവവ്യാപിയായിരിക്കുന്ന ചൈതന്യത്തിനെ, അവേദ്യവും സർവവ്യാപിയുമായിരിക്കുന്ന ചൈതന്യത്തിനെ കേന്ദ്രീകൃതമാക്കി ജനങ്ങൾക്ക് വേദ്യമാക്കി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് തപസ്സും വേണം. ദക്ഷസ്തപസ്വി ഗുരു, ആചാര്യൻ. ആസ്തികോസ്തു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുറച്ച് വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഇതൊക്കെ ഉണ്ട് എന്ന് അറിയുന്നയാളായിരിക്കണം. വിപ്രഃ കുലീന കൃതസംസ്ക്രിയൗഘ സ്വധീത വേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാര പരോധിതീക്ഷ ദക്ഷസ്തപസ്വീ ഗുരുരാസ്തികോസ്തു. ഇതിലെവിടെയും, ഈ ശ്ലോകത്തിൽ എവിടെയും പരമ്പരാഗതമാണ് തന്ത്രം എന്ന് പറഞ്ഞിട്ടില്ല. ആചാര്യൻ പരമ്പരാഗതമായിട്ടൊരു പാരമ്പര്യമാണ് തന്ത്രിയുടെ പ്രധാന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. പാരമ്പര്യം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് രാജാവാണ്. പാരമ്പര്യത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ള അനവധി അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഉദാഹരണത്തിന് ഗുരുവായൂർ അമ്പലത്തിലെ പഴയ തന്ത്രി എന്ന് പറയുന്നത് വടക്കേ പുലിയന്നൂരുകാരാണ്. അവരും സാമൂതിരി രാജാവുമായിട്ട് എന്തോ കാരണം കൊണ്ട് അസ്വാരസ്യമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സാമൂതിരി രാജാവ് വടക്കേ പുലിയന്നൂരുകാരെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി ചേന്നാസ് ഈ മനക്കലുള്ളവരെ ആക്കി. അങ്ങനെയാണ് ചേന്നാസ് അവിടുത്തെ തന്ത്രിയാവുന്നത്. രാജകൽപ്പന അനുസരിച്ച്, പരശുരാമകൽപ്പന അനുസരിച്ചിട്ടല്ല. പരശുരാമകൽപ്പന അനുസരിച്ചിട്ടല്ല ഇവിടെ തന്ത്രം ആൾക്കാർക്ക് പതിച്ചു കൊടുത്തിട്ടുള്ളത്. രാജാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണ്. കേരളത്തിലെ ശാക്തേയ കാവുകൾ, വളയനാട് തുടങ്ങി അങ്ങോട്ടുള്ള കാവുകൾ 16 എണ്ണം ഉണ്ടവ. അവയിൽ തന്ത്രം ഉണ്ടായിരുന്നില്ല ആർക്കും. അത് രാജാവ് ഏറ്റെടുത്തപ്പം പിടിച്ച് അടക്കിയതാണ് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് അവിടെ തന്ത്രിമാർ വന്നത്. അപ്പോൾ തന്ത്രം പാരമ്പര്യമായിട്ട് പരശുരാമൻ കൊടുത്തു എന്നുള്ളത് ഒരു കഥ മാത്രമാണ്. ചരിത്രപരമായിട്ട് യാതൊരു വിധത്തിലുള്ള സാങ്കത്യവുമില്ലാത്ത ഒരു കഥ മാത്രമാണ്. ചരിത്രപരമായിട്ട് നമുക്കറിയാവുന്നത് രാജാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പതിച്ചു കൊടുക്കപ്പെട്ടതാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ തന്ത്രസ്ഥാനം എല്ലാം. പാരമ്പര്യം വേണമെന്ന് ഈ ശ്ലോകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ ആയിരിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെയാണ് എന്ന് പറയുമ്പം ആണോ എന്ന് ചോദിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഈ ലക്ഷണമൊക്കെ തികഞ്ഞയാളെ വിപ്രകുലീന കൃത സംസ്ക്രിയൗക സുധീത വേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാര പരോധി ദീക്ഷ ദക്ഷസ്തപസ്വീ ഗുരുരാസ്തികോസ്തു. നമ്മുടെ അമ്പലങ്ങളിലെ തന്ത്രിമാര് ഈ ലക്ഷണം അനുസരിച്ചിട്ടുള്ളവരാണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് എന്താ ശക്തിയില്ലാതെ പോകുന്നത് എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം കിട്ടുന്നതിന് കാരണമായേക്കാം. ഇതിന്ന് വെറും ഒരു അവകാശമായി പരിണമിച്ചിരിക്കുന്നു. അവകാശമായിട്ട് പരിണമിക്കുമ്പോൾ അതിന് ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട. അത് ഈ പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷനും ഉണ്ടാവണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരാളെയാണ് ആചാര്യനാക്കേണ്ടത്. അത്
കവടി നിരത്തി കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതല്ല. കവടി നിരത്തിയിട്ടല്ല സാമൂതിരി രാജാവ് വടക്കേ പുലിയന്നൂരിൽ നിന്ന് തന്ത്രം ചേനാസ് മനക്കിലേക്ക് കൈമാറിയത്. അധികാരത്തിൻ്റെ ദണ്ഡ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ കൈമാറിയത് കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയായിട്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കൈമാറുന്നതിനൊന്നും കുഴപ്പമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ശ്രേഷ്ഠനായ യോഗ്യതയുള്ള ഒരാചാര്യനെ, ഒരാളെ ആചാര്യനായിട്ട് സ്വീകരിക്കുകയാണ്. ആ ആചാര്യൻ ഉടനെ എന്ത് ചെയ്യും? ആചാര്യൻ സാധാരണ വസ്ത്രധാരണത്തോടു കൂടിയല്ല ക്രിയ ചെയ്യാൻ ഇറങ്ങുക. അദ്ദേഹം വീട്ടിൽ നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഇല്ലത്തോ മനക്കലോ വീട്ടിലോ നിൽക്കുന്ന രീതിയിലായിരിക്കില്ല അദ്ദേഹം അമ്പലത്തിൽ ക്രിയ ചെയ്യുവാൻ വസ്ത്രം ധരിക്കുക. അവിടെ വരുമ്പം അദ്ദേഹം തട്ടുടുക്കും. അതും പ്രാകൃതമായ രീതിയാണ് എന്നാണ് ഇപ്പോഴത്തെ ആധുനികന്മാർ പറയുന്നത്. അവരുടെ രീതിയിൽ ശാന്തിക്കാരുടെ, തന്ത്രിമാരുടെ തട്ടുടുക്കുന്ന രീതി അതിപ്രാകൃതമായതാണ് എന്നാണ് പറയുന്നത്. കാരണം അല്പവസ്ത്രധാരികളാണത്രേ. എന്നിട്ട് ആധുനികന്മാർ നമ്മുടെ ചുറ്റിലും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവരൊക്കെ എന്തും നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടില്ല നടക്കുന്നത്. എത്രത്തോളം വസ്ത്രം കുറയ്ക്കാമോ അത്രത്തോളം വസ്ത്രം കുറയ്ക്കുന്നതാണ് ആധുനികതയുടെ ലക്ഷണം എന്ന് ധരിക്കുന്നവരുടെ എണ്ണം ഏറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ശാന്തിക്കാരുടെയും തന്ത്രിമാരുടെയും വസ്ത്രധാരണ രീതിയെ ചൂണ്ടിക്കാണിച്ചു പറയുന്നത് ആഭാസം. അത് തൊഴാൻ പോകുന്നവർക്ക് കണ്ട് സഹിക്കാൻ പറ്റില്ല അത്രേ. ചില ഭരണാധികാരികളും അങ്ങനെ വിമർശിച്ചതായിട്ട് നമുക്ക് കേൾക്കാം. അമ്പലത്തിൽ നമ്മൾ പോകുന്നത്, അതിൻ്റെ ശാസ്ത്രീയ വശത്തിലേക്ക് വരാം. അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നത് ശാന്തിക്കാരൻ്റെ ദേഹ സൗഷ്ഠവം കാണാനാണോ ദേവനെ കാണാനാണോ ദേവിയെ കാണാനാണോ? അമ്പലത്തിൽ പോകുന്നത് അവിടെ പൂജ ചെയ്യുന്ന ശാന്തിക്കാരനെയോ തന്ത്രിയെയോ പുരോഹിതരെ കാണാനല്ല. അമ്പലത്തിൽ ഞാനും നിങ്ങളും പോകുന്നത് തേവരെ തൊഴാനാണ്. അവിടെ ചെന്ന് തേവരെ തൊഴുന്നതിനും പകരം ചുറ്റുവട്ടത്തിലുള്ളവരുടെ വസ്ത്രധാരണമൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ വേണ്ടാത്ത വാക്കുകളൊക്കെ മനസ്സിലേക്ക് ഓടിപ്പാഞ്ഞു വരിക. നാമം ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരേണ്ട സമയത്ത് കാണേണ്ടത് കാണാത്തത് കൊണ്ട് ഉണരുന്ന വാക്കുകളാണ് ആഭാസം. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, ഇത് ആഭാസമാണോ എന്നാണെങ്കിൽ അത് മാറ്റണം. അങ്ങനെ നമ്മുടെ പുരോഹിതർ, മറ്റു മതത്തിലെ പുരോഹിതരുടെ വസ്ത്ര അലങ്കാരം പോലെ നല്ല അതും നല്ല അലങ്കാരമാണ്. അത് അവർക്കതാണ് യോജിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പുരോഹിതരും വരണം. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അങ്ങനെ വരാൻ പറ്റുമോ, അങ്ങനെയാണോ വരേണ്ടത് എന്ന്. ഇവർ മിക്കവാറും പണിയെടുക്കുന്ന സ്ഥലം, ഇവരുടെ വർക്ക് പ്ലേസ് AC ഒന്നും ഇട്ട സ്ഥലമല്ല. ഇവരുടെ വർക്ക് പ്ലേസ് ഫിസിക്സിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോക്സാണ്. എന്ന് പറഞ്ഞാൽ നട അടച്ചു കഴിഞ്ഞാൽ കാറ്റ് പോലും വരില്ല. കാറ്റ് കുറച്ച് വരാനുള്ള ഒരു സ്ഥലമാണ് ആ ഓവ്. ആ ഓവിൽ കൂടെ കുറച്ച് കാറ്റ് വരേണ്ടതാണ്. പക്ഷേ ഈ പൂക്കളും അഴുക്കും ഒക്കെ അടിഞ്ഞ് മിക്കവാറും ക്ഷേത്ര ശ്രീകോവിലുകളിലെ ഓവ് അടഞ്ഞായിരിക്കുക. അപ്പോൾ ശ്രീകോവിലിലെ ഓവ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതൊരു ബ്ലാക്ക് ബോക്സാണ്. അടച്ചു കഴിഞ്ഞാൽ, നട അടച്ചു കഴിഞ്ഞാൽ, അപ്പോൾ പൂജയ്ക്ക് പലപ്പോഴും നട അടയ്ക്കണം. നിറദീപം തെളിയിക്കുകയും വേണം. അതിലേതെങ്കിലും ഒരു ദീപം കെട്ടുപോയാൽ തൊഴാൻ വരുന്നവരുടെ ദൃഷ്ടി ഭഗവാനിലേക്കല്ല, തെളിയിക്കപ്പെടാത്ത ദീപത്തിലേക്കായിരിക്കും. ആ തിരി തെളിഞ്ഞിട്ടില്ലാത്തതിൻ്റെ കാരണം ബോധിപ്പിക്കാൻ ഇവർ പരാതിയുമായിട്ട് കമ്മിറ്റിക്കാരെടുത്തെത്തും. കമ്മിറ്റിക്കാർ ശാന്തിക്കാരെ വിളിക്കും. അങ്ങനെ ശാന്തിക്കാരോട് തിരി എന്താ തെളിയാത്തത് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് മിക്കവാറും എല്ലാ ശാന്തിക്കാർക്കും ക്ഷേത്ര പൂജയിൽ ഉള്ള താല്പര്യത്തിലും കൂടുതൽ അതിൻ്റെ അലങ്കാരത്തിലായിരിക്കും. കാരണം ആൾക്കാരെ ആകർഷിക്കുന്നതും അവർ നോക്കുന്നതും അലങ്കാരങ്ങളാണ്. അങ്ങനെ വിളക്കൊക്കെ നല്ലോണം തെളിയിച്ച് മിക്കവാറും ആ ബിംബം എന്ന് പറയുന്നത് ഒരു കല്ലോ മെറ്റലോ ആയിരിക്കും. അപ്പം അതിനകത്ത് ബ്ലാക്ക് ബോക്സുമാണ്. ചൂട് എല്ലാ രീതിയിലും ഉണ്ടാവും. 3 രീതിയിലാണ് ചൂട് റേഡിയേറ്റ് ചെയ്യുക, ചൂട് വ്യാപിക്കുക. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇത് 3 അതിനകത്തുണ്ടാവും.
ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ അളന്ന ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞത് അതിനകത്ത് 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് വേനൽക്കാലത്ത്. 50 ഡിഗ്രി സെൽഷ്യസ് ആയാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോലും അവധിയാണ്, പണിയെടുക്കണ്ട. ഇവിടെ പണിയെടുക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? അപ്പം ഇത്രയധികം ചൂടുള്ള സ്ഥലത്ത് അധിക നേരം പെരുമാറേണ്ടി വരുമ്പോൾ ശരീരം എങ്ങനെയാണ് അതിൻ്റെ താപനിലയെ സന്തുലിതാവസ്ഥയിലേക്കാക്കുക? വേർത്തിട്ട്. ചൂട് വല്ലാണ്ട് വരുമ്പം നമ്മൾ വസ്ത്രം കൂടുതൽ ധരിക്കുകയാണോ ചെയ്യുക, വസ്ത്രം കുറയ്ക്കുകയാണോ ചെയ്യുക? അപ്പം അതുകൊണ്ട് ശരീരം ആ കയറി ഇറങ്ങുന്നത് റോബോട്ടൊന്നുമല്ല, ആ കയറി ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ്. എന്നെ നിങ്ങളെയും പോലെ തന്നെ രക്തവും മജ്ജയും മാംസവും മനസ്സും ഉള്ള മനുഷ്യരാണ് അവർ. ആ കയറി ഇറങ്ങുമ്പോൾ അവരുടെ ശരീരം ആരോഗ്യപൂർണമായിരിക്കാൻ, ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കാൻ ശരീരം വേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ശരീരത്തിൽ അല്പവസ്ത്രം ധരിക്കുന്നതാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് അവർ തട്ടെടുക്കുന്നു. അതുമാത്രമല്ല, അതിനകത്ത് അതായത് ദീപങ്ങൾ അങ്ങനെ തെളിഞ്ഞു കത്തുകയാണ്. ഏത് സമയത്തും വസ്ത്രം തീ പിടിക്കാം. തീ പിടിച്ചാൽ അത് അശുഭവുമാണ്. അങ്ങനെ അശുഭ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, തീ പിടിക്കാതിരിക്കണമെങ്കിലും ഈ തട്ടുടുക്കുന്നത് തന്നെയാണ് ഉചിതമായത്. അതുകൊണ്ട് തട്ടുടുക്കുന്നത് ഒരു രീതിയിലും മോശമായ വസ്ത്രധാരണ രീതിയല്ല. ബ്ലാക്ക് ബോക്സ് ആയിട്ടുള്ള ശ്രീകോവിലിനകത്ത് ചൂട് വളരെ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ള ശ്രീകോവിലിനകത്ത് കയറി ഇറങ്ങുന്ന മനുഷ്യനായ ശാന്തിക്കാരുടെ ശരീര ആരോഗ്യം നിലനിൽക്കുവാൻ വേർക്കണം. അതിന് സ്ഥലം ധാരാളം ഉണ്ടാകണം. തീ പിടിക്കരുത്, അതിനും വസ്ത്രം പ്രത്യേക രീതിയിൽ ഉടുത്താലേ സാധിക്കുകയുള്ളൂ. പിന്നെ എന്ന് തുടങ്ങി ഈ ക്ഷേത്രത്തിൽ പോകുന്ന ഭാരതീയരെന്ന് അഭിമാനിക്കുന്നവർക്ക് ഈ അല്പവസ്ത്രധാരികളോട് അസ്വസ്ഥത തോന്നാൻ? വിവേകാനന്ദ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്തോത്രം എന്ന് പറയുന്നത് കൗപീന പഞ്ചകം, ശങ്കരാചാര്യരാൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന കൗപീന പഞ്ചകം. നമ്മളിൽ പലരും അത് കേട്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഫലശ്രുതി നോക്കിയിട്ടല്ലേ സ്തോത്രങ്ങൾ ചൊല്ലുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കൗപീന പഞ്ചകം, അതിലെ ഓരോ ശ്ലോകത്തിൻ്റെയും അവസാനത്തെ വരി കൗപീനവന്ത ഖലു ഭാഗ്യവന്ത. കൗപീനം ധരിക്കുന്നയാളേക്കാൾ ഭാഗ്യവാനായിട്ട് ഈ ലോകത്ത് ആരാണുള്ളത് എന്നാണ് ശങ്കരാചാര്യർ ചോദിക്കുന്നത്. അതാണ് വിവേകാനന്ദ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്തോത്രമായിട്ടുള്ളത്. കൗപീനവന്ത ഖലു ഭാഗ്യവന്ത എന്ന് ചൊല്ലിയ ഭാരതീയർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തട്ടുടുത്തു നിൽക്കുന്ന പുരോഹിതരെ കാണുമ്പോൾ അല്പ വസ്ത്രധാരികൾ, ആഭാസവേഷധാരികൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്ഥിതി ഒന്ന് പരിശോധിക്കണം. ഭാരതീയ സംസ്കൃതിയോടുള്ള അവരുടെ ആദരവ് ഒന്ന് പരിശോധിക്കുക തന്നെ വേണം. ക്ഷേത്രത്തിൽ പോകുന്നത് പുരോഹിതരുടെ വസ്ത്രധാരണ രീതി നോക്കാനല്ല, തേവരെ തൊഴാനാണ്. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണോ പോകുന്നത് അതിനു വേണ്ടി പോവുക, അതാണ് ഫലം ചെയ്യുക. അതുകൊണ്ട് ക്ഷേത്ര പുരോഹിതന്മാർ തട്ടുടുക്കുകയാണ് ശാസ്ത്രീയമായത്. ഒറ്റ മുണ്ടുകൊണ്ടാണ് തട്ടുടുക്കുന്നത്. ഒറ്റ മുണ്ടുകൊണ്ടുള്ള വസ്ത്രധാരണ രീതി ഏറ്റവും ലളിതമായ വസ്ത്രധാരണ രീതിയാണ് എന്ന് കാളിദാസൻ്റെ ശാകുന്തള വ്യാഖ്യാതാവ് അഭിപ്രായപ്പെടുന്നു. കണ്വാശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുമ്പെടുന്ന ദുഷ്യന്ത മഹാരാജാവ് തൻ്റെ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ച് ഒറ്റ വസ്ത്രധാരിയായിട്ടാണ് ആശ്രമാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒറ്റ വസ്ത്രധാരണം ലാളിത്യത്തിൻ്റെ ലക്ഷണവും കൂടിയാണ്. അതുകൊണ്ട് ഇവർ ലളിത വസ്ത്രധാരണമാണ് നടത്തുന്നത്. അങ്ങനെ തറ്റുടുത്ത് പ്ലാശിൻ്റെ ഇലകളെല്ലാം കൂടി കൂട്ടിക്കെട്ടി ഒരു തൂപ്പുണ്ടാക്കും. നമ്മൾ കുട്ടിക്കാലത്ത് തൂപ്പ് കളിക്കാൻ തൂപ്പുണ്ടാക്കുന്നത് പോലെ ആ തൂപ്പുണ്ടാക്കിയിട്ട് ക്ഷേത്രമാക്കപ്പെടാൻ പോകുന്ന ഭൂമി ഒന്ന് അടിച്ചു വാരിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കും. ഇവിടെ ഈ ഭൂമിയിൽ സന്നിഹിതരായിരിക്കുന്ന സൂക്ഷ്മശക്തികളെ, ഈ ഭൂമി ഇന്ന ദേവതയ്ക്കായി ക്ഷേത്രം പണിയുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മാറിത്തരണേ.
സർവാന്തര്യാമീ സ്വരൂപനായ ഈശ്വരനെ തൊട്ടറിഞ്ഞ മഹാത്മാവിൻ്റെ പ്രാർത്ഥന സൂക്ഷ്മജീവികൾ ചെവിക്കൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കും എന്നാണ് കരുതുന്നത്. ഇത് കേൾക്കുമ്പോഴും ആധുനികന്മാർക്ക് പുച്ഛം തോന്നും. വസ്ത്രധാരണ രീതിയോ പഴഞ്ച്, നോൺ സെൻസിക്കൽ പ്രാകൃതമായിട്ടുള്ള വസ്ത്രധാരണ. എങ്ങനെയാണ് അന്തസ്സുള്ളവർ ഈ അമ്പലത്തിലൊക്കെ പോവുക? ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കുക? കുറച്ചുകൂടെ നല്ല ടൈറ്റ് ജീൻസും ടീഷർട്ടും ആയാലോ? മോഡേണായി അമ്പലത്തിലെ ശാന്തിക്കാരെല്ലാം നല്ല ടൈറ്റ് ജീൻസും ടീഷർട്ടും നല്ല ഇറുക്കമുള്ള ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ കയറി ഇറങ്ങി എങ്ങനെയായിരിക്കും? പാവങ്ങൾ അധികം കാലം അവിടെ ശാന്തി ചെയ്യാനുണ്ടാവില്ല, അനാരോഗ്യം കാരണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊക്കെ പുച്ഛാണ്. എന്താണെന്നറിയാൻ ശ്രമിക്കാതെ, എന്താണെന്നറിയാതെ എല്ലാത്തിനെയും പുച്ഛിക്കുന്നതാണ് ആധുനികത എന്ന തെറ്റായ ധാരണ. ഇതിനെയൊക്കെ എതിർക്കുന്നതാണ് യുക്തിവാദം എന്ന ഒരു തെറ്റായ ധാരണ. ഇതിനെയൊക്കെ എതിർക്കുന്നതാണ് സെക്യുലറിസം. പുതിയ വാക്കുകളാണ് ഇതൊക്കെ. ഭാരതീയമായ പൈതൃകത്തെ എതിർക്കുന്നത് സെക്യുലറിസം. അതിനെ അനുകൂലിക്കുന്നവരെല്ലാം ഇർറാഷണൽ, നോൺ സെക്യുലർ. നിങ്ങളെങ്ങനെ എന്തു വേണമെങ്കിലും മുദ്ര കുത്തിക്കൊള്ളൂ, അതിനൊന്നും നമുക്ക് യാതൊരു വിരോധവുമില്ല. പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ഈ ചെയ്ത ക്രിയകൾ മുഴുവൻ പ്രാകൃതമാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ആധുനിക ശാസ്ത്രം തഴച്ചു വളരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ശാഖകളിലൊന്നായ ബയോളജി, ജീവശാസ്ത്രം, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഉണ്ടായി. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഫുഡ് ചെയിൻ, ഭക്ഷ്യശൃംഖല. ഇതിലേതെങ്കിലും ഒന്ന് നശിച്ചാൽ മറ്റതെല്ലാം നശിക്കാനിടയായേക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ഞാൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നിലനിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിതയിലെ ഒരു വരിയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ മാത്രമല്ല നമ്മൾ, മൊഴിയുന്നി തമ്മ. ഇത് മുഴുവനും നമ്മളാണ്. ഇത് മുഴുവൻ നിലനിൽക്കണം. ഇവിടുത്തെ സകല ജീവജാലങ്ങളും നിലനിൽക്കണം. ഞാൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ആൾക്കാരും മാത്രം നിലനിന്നാൽ പോരാ. എല്ലാം എന്നെ കടിക്കുന്ന കൊതുകടക്കം, എനിക്കിഷ്ടപ്പെടാത്ത പല്ലികളടക്കം, എൻ്റെ സുഖകരമായ കുളിക്ക് ഭംഗം വരുത്തുന്ന എട്ടുകാലികളടക്കം, എൻ്റെ രാത്രികളെ അസ്വസ്ഥമാക്കുന്ന പാറ്റകളടക്കം എല്ലാം ഇവിടെ ഉണ്ടാകണം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ പാരസ്പര്യമാണ് ജീവിതം, ഈ പാരസ്പര്യമാണ് ജീവൻ. അതുകൊണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു ജീവന്റെ എക്സ്പ്രഷൻ ഇല്ലാണ്ടായാൽ ടോട്ടൽ ജീവൻ ഇല്ലാണ്ടാകും. ഫുഡ് ചെയിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ഫുഡ് ചെയിൻ എന്നുള്ള കൽപ്പന ജീവശാസ്ത്രത്തിന് ഉരുത്തിരിഞ്ഞു വരുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ എല്ലാ ജീവചൈതന്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് എന്ന് തിരിച്ചറിഞ്ഞ മഹാമനീഷികളായ മഹർഷീശ്വരന്മാർ പ്രാർത്ഥിച്ചു, ആചാര്യന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ക്ഷേത്രമാക്കപ്പെടാൻ പോകുന്ന ഈ ഭൂവിഭാഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന സകല ജീവജാലങ്ങളുമേ നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവാന്തര്യാമിയായ ഈശ്വരനെ തൊട്ടറിഞ്ഞ മഹാത്മാവിൻ്റെ വാക്കുകൾ കേട്ടവർ വിട്ടുപോകും. ആ ഭൂമി ഈശ്വരനായി നിവേദിക്കപ്പെടും. അതിനെ വീണ്ടും ആചാര്യൻ സ്ഥപതിക്ക് കൈമാറും. തൻ്റെ കണക്കുകൊണ്ട് സ്ഥപതി അതിനെ കീറി മുറിക്കും. തൻ്റെ കണക്കുകൾ കൊണ്ട് അതിനെ കീറി മുറിച്ച് ഭൂപൂജയൊക്കെ ചെയ്തിട്ടാണ് അതിനെ കീറി മുറിക്കുക. ഭൂമിയുടെ അനുവാദത്തോടുകൂടി മാത്രം. ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന സംസ്കാരം മോശമാണത്രേ, അത് പ്രാകൃതമാണത്രേ. എന്നിട്ട് കണ്ടതുപോലെ ഭൂമിയിൽ ഓരോ നിർമ്മാണങ്ങളും നടത്തിയതിൻ്റെ ദുരന്തങ്ങളായിട്ട് എത്ര ഉരുൾപൊട്ടലുകൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ ഭൂമിയെ അമ്മയായി കണ്ടുകൊണ്ട് അതിനെ ആദരിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിനാശം ഒരു പക്ഷേ നമ്മളെക്കാൾ താഴ്ന്ന തരത്തിൽപ്പെട്ടവരാണെന്ന് നാം കരുതുന്ന ജീവജാലങ്ങളെല്ലാം നിലനിന്ന് നമ്മളെല്ലാം ഇല്ലാതെയായി പോയേക്കാം. അതുകൊണ്ട് ഈ ഭൂമിയെ ആദരവോടെ ആരാധനയോടെ സമീപിക്കാൻ പഠിക്കുന്നത് നല്ലതാണ്.
അത് സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അതിന് ഭൂമി പൂജയൊക്കെ ചെയ്ത് ഭൂമിയെ കീറി മുറിച്ച് കല്ലും മണ്ണും മരങ്ങളും കൊണ്ട് അവിടെ കെട്ടിട സമുച്ചയമുണ്ടാക്കും. അതിനെ 4 ഭാഗത്തും ഇൻടാക്റ്റായിട്ട് അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രമുണ്ട്. അതിനെ കെട്ടിടം പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള ശാസ്ത്രമുണ്ട്. കല്ലും മണ്ണും മരങ്ങളും കൊണ്ട് സ്ഥപതി ക്ഷേത്രമാകുന്ന കെട്ടിടത്തെ പടുത്തുയർത്തി. മഹർഷിമാർ വിഭാവന ചെയ്തതുപോലെ ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തിക ഊർജത്തെ മനുഷ്യന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തളം കെട്ടി നിർത്തി. അതുപോരാ, ഇനി അതിനെ അധ്യാത്മവത്കരിക്കണം. ആ ചടങ്ങാണ് പ്രതിഷ്ഠാക്രിയയിലൂടെ നേരത്തെ വരിച്ച ആചാര്യൻ നടത്തുന്നത്. ആചാര്യൻ തൻ്റെ സഹ ആചാര്യന്മാരോടൊപ്പം സ്ഥപതിയിൽ നിന്ന് അത് ഏറ്റുവാങ്ങി അതിൽ പലതരത്തിലുള്ള ക്രിയകൾ കൊണ്ട് തളം കെട്ടി നിൽക്കുന്ന ഭൗതിക ഊർജത്തെ അധ്യാത്മവത്കരിക്കും. ആ അധ്യാത്മവത്കരിക്കപ്പെട്ട ക്ഷേത്രം നമ്മുടെ തപപൂർത്തീകരണത്തിന് ഉള്ളതാണ്, നമ്മുടെ ലക്ഷ്യ പൂർത്തീകരണത്തിനുള്ളതാണ്, നമ്മുടെ സാധനാ കേന്ദ്രങ്ങളാണ്, നമ്മുടെ സാധനാ കളരിയാണ്. ഈ ദീർഘമായിട്ടുള്ള ആചാര്യൻ ചെയ്യുന്ന പ്രക്രിയകളുടെ സൂക്ഷ്മമായ വിശകലനം സാധാരണഗതിയിൽ നമുക്ക് ആവശ്യമുള്ളതല്ല. ഇനി നമ്മളിൽ ആർക്കെങ്കിലും അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഗുരുനാഥനായ ശ്രീ മാധവജി രചിച്ച ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന ഗ്രന്ഥം വാങ്ങിച്ച് വായിച്ചാൽ മതിയാകും. ഈ തന്ത്രിമാർ ചെയ്യുന്ന ക്രിയകളുടെ വിശദമായ വിശദീകരണം അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വാസ്തവത്തിൽ ആവശ്യമുള്ളതല്ല, ആവശ്യമുള്ളതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പുസ്തകം വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളത് ഈ ക്ഷേത്രത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. തളം കെട്ടി അധ്യാത്മവത്കരിക്കപ്പെട്ട് നമ്മുടെ മനോപൂർത്തീകരണത്തിനായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തെ എങ്ങനെയാണ് നമുക്ക് ഗുണപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത്? പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മോശമായ ഒരു രീതിയിലല്ല ഞാൻ പ്രയോഗിക്കുന്നത്. പ്രയോജനപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.